ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡാണ് എതിരാളികൾ. ഇരു ടീമുകളും സെമി ഫൈനൽ കടന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മത്സരമായിരിക്കും ഗ്രൂപ്പ് ജേതാക്കളെ നിർണ്ണയിക്കുക. കഴിഞ്ഞ രണ്ട് കളികളിലേതുപോലെ ഇന്നും ഇന്ത്യൻ ആരാധകർ ഗ്യാലറി നീലക്കടലാക്കുമെന്നാണ് പ്രതീക്ഷ. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിനായി ഇന്ന് ഇന്ത്യ ഇറങ്ങുകയാണ്. ന്യൂസിലാൻഡാണ് എതിരാളികൾ. കഴിഞ്ഞ കളിയിൽ രണ്ട് മത്സരങ്ങൾ ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. അതേപോലെ തന്നെയാണ് ന്യൂസിലാൻഡും പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെ വിജയം നേടിയിരുന്നു. ഇന്ത്യയും 6 വിക്കറ്റുകൾക്ക് പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും 6 വിക്കറ്റുകളുടെ വിജയം നേടിയാണ് ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിന് ഇറങ്ങുന്നത്. ഇരു ടീമുകൾ സെമിയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരമാണ് ഇന്നത്തേത്. ഇന്ന് വിജയിക്കുന്ന ടീം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും. ഇവരാണ് ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരുമായി മത്സരിക്കുക. കളിക്കാരുടെ മികച്ച ഫോം ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. വിരാട് കോഹ്ലി അവസാന കളിയിൽ സെഞ്ചുറി അടിച്ച് ഫോമിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. രോഹിത് ശർമ്മയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ സെഞ്ചുറി അടിച്ച് ഫോമിലെത്തിയിരുന്നു. അവരെല്ലാം മികച്ച രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയം സുനിശ്ചിതമാണ്. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. പ്രാദേശിക സമയം 1 മണിക്ക്. ഇന്ത്യൻ ആരാധകർ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യൻ ആരാധകരുടെ ഒഴുക്കായിരുന്നു ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക്. ഒരു നീലക്കടലായിരുന്നു സ്റ്റേഡിയം. 90% ഗാലറിയിൽ ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതു അവധി ദിനമായതിനാൽ കൂടുതൽ കാണികൾ കളി കാണാനെത്തും. ന്യൂസിലാൻഡ് കാണികളുടെ സാന്നിധ്യം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യൻ കാണികളായിരുന്നു സ്റ്റേഡിയത്തിൽ ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. നിറഞ്ഞു കവിഞ്ഞിരുന്ന നീലക്കടലായിരുന്നു സ്റ്റേഡിയം. അത് പാകിസ്ഥാനിലെ പ്രവാസികൾ ഏറെയുള്ള രാജ്യമാണ് UAE. എന്നിട്ടും ഇന്ത്യൻ ആരാധകരാണ് ഏറെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ന്യൂസിലാൻഡിനേക്കാൾ എന്തുകൊണ്ടും ന്യൂസിലാൻഡ് തുലം കുറവായിരിക്കുന്നത് ഗാലറിയിൽ നിന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്.